ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒത്തിരി കണവ കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാം. ഒത്തിരി ഫ്രഷ് കണവയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്ര വലിപ്പത്തിലുള്ള കണവയാണ്. അപ്പോഴത് ഞാൻ കുറച്ച് അരിഞ്ഞ് റെഡിയാക്കി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കണവ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മഞ്ഞൾ ഇട്ടപ്പോഴത്തേക്ക് മൊബൈൽ വന്ന് താഴെ വന്ന് വീണു. ലൈറ്റ് മൊബൈൽ എല്ലാം കൂടെ വന്ന് താഴെ വീണു. അപ്പോഴത് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനതിലേക്ക് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളകാണ്. അത് ഞാനൊരു 1 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്പൂൺ ഫുള്ളായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് പിന്നെയും ഒരു ശകലം എടുത്ത് അത് 1 സ്പൂൺ ആക്കുന്നത്. ചിലർക്കത് സംശയം കാണും. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കതിലേക്ക് ചേർക്കാം. അര സ്പൂൺ ഗരം മസാല. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് പുരട്ടി വയ്ക്കാം. നല്ലതുപോലെ നമുക്കൊന്നത് പുരട്ടി റെഡിയാക്കി സെറ്റാക്കി നമുക്കത് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഞങ്ങളുടെ മസാലക്കൂട്ടുകളെല്ലാം വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാല പുരട്ടിയ കണവ സെറ്റായി ഇരിക്കും. എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരി കൂടുതൽ ചേർക്കാം. എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം. അതിന് ആവശ്യമായ ഒരു ഇരുമ്പ് ചട്ടി ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഗ്യാസ് കത്തിക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. കണവ വാങ്ങുന്ന സമയത്ത് നല്ല ഫ്രഷ് കണവ തന്നെ വാങ്ങണം. കാരണം അതെന്തെങ്കിലും ഡാമേജ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് പിടിക്കത്തില്ല. അതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും കണവ വാങ്ങുന്ന സമയത്ത് ഫ്രഷ് സാധനം തന്നെ വാങ്ങിയിരിക്കണം. ആ ഫ്രഷ് സാധനം തന്നെ വാങ്ങിച്ച് നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിലോട്ടും കയറ്റാൻ നിൽക്കേണ്ട. അപ്പോഴേ ഞങ്ങളിത് എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടുന്ന മസാലകൾ ഞാൻ കണവ പുരട്ടി വെക്കുന്ന മസാലക്കൂട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. അതിന് മുന്നേ ഒന്നുകൂടി പറയാം. കണവ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് നമ്മൾ മസാലക്കൂട്ടുകൾ കൂട്ടേണ്ടത്. അപ്പോൾ ഇതിനാവശ്യമായതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു 8 കണവയുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനാവശ്യമായ ഉപ്പ്, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി. അത് എരിവ് കൂടുതലും കുറവും അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഗരം മസാല 1/2 സ്പൂണ്. ഇത് ഇത്രയും കൂടെ, കുരുമുളക് പൊടി 1/2 സ്പൂൺ. ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഞവടി പുരട്ടി വെച്ചിരിക്കുന്നതാണ് കണവ. അപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് മസാലക്കൂട്ടുകൾ മറ്റുള്ളതെല്ലാം നന്നായി വെന്ത് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന കണവ കറക്റ്റായി വരും. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ നാടൻ കറിവേപ്പില, ഒരു 2 പച്ചമുളക്. അപ്പോൾ ഇത് കടുക് വറക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ സവാളയും കറിവേപ്പിലയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കണവേരി ഞങ്ങൾ പുരട്ടി വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇത് വാടി നല്ലതുപോലെ അതൊന്ന്
ചുവന്ന് റെഡിയായി ഒന്ന് വഴറ്റി അത് വരണം. അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളി നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്നുണ്ട്, നിറം അല്പം ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒത്തിരി തോനെ എടുത്തിട്ടുണ്ട്, കാരണം ഗ്യാസിനെല്ലാം നല്ലതാണ്. ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു കുഞ്ഞ് സവാള അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ നന്നായി ഇതായി വരണ്ട. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇനി അതിൻ്റെ ബാക്കി വേവെല്ലാം ഇതിനകത്ത് കിടന്നാണ്. അപ്പോൾ ഈ കണവ പുരട്ടി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന ഈ കണവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലക്കൂട്ടുകളും ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അത് നന്നായി ഇളക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിതിൽ കടുക് പൊട്ടിച്ചിട്ടില്ല, വറ്റൽമുളക് ഇട്ടിട്ടില്ല. അതൊക്കെ ഇടുമ്പോൾ റോസ്റ്റിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിട്ട് മാറും, കറി വയ്ക്കും പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇത് കണവ റോസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കടുക് വറുത്തില്ല, വറ്റൽമുളകും ഇടത്തില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഈ പുരട്ടി വെച്ചിരുന്ന പാത്രം ഒന്ന് ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് അതൊന്ന് കഴുകി അതിലേക്കൊന്ന് കൊടുക്കാം. നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം അതിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാനിതൊന്നുകൂടി ഒന്ന് ഇളക്കി മറിക്കുകയാണ്. ഇളക്കി നന്നായി ഒന്ന് ഇളക്കി അതിനെ ഒന്ന് മറിച്ച് സെറ്റാക്കി എടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് റോസ്റ്റ് പരുവത്തിലാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എരിവെല്ലാം ഇതിൽ കറക്റ്റായിട്ട് വരും. അപ്പം നമുക്കിത് അടച്ചിട്ട് കൊടുക്കാം. നന്നായി ഇത് വെന്ത് സെറ്റായി വരട്ടെ. ഹലോ, എല്ലാവരും വായോ. എൻ്റെ കണവ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി തീ കുറച്ച് വയ്ക്കാം. കുഴമ്പ് പരുവത്തിലാണ് ആയിട്ടുള്ളത്. നല്ല വേവാണ്. ഏതാണ്ട് 1/4 മണിക്കൂറോളമായിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുക്കറിൽ വേവിച്ചല്ല വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ വേവ് കൊണ്ട് അത് അത്രത്തോളം നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട്. എൻ്റെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹലോ, എല്ലാവരും വായോ. ഞാൻ ഉണ്ടാക്കിയ കണവ റോസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും വരിക. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ കണവ റോസ്റ്റ് കഴിക്കാനായിട്ട് കപ്പ കറി വെച്ചതാണ്. നല്ല കപ്പയാണ്, നന്നായിട്ട് പുട്ട് പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പയും കണവയുമായിട്ട് നമുക്കൊന്ന് കഴിക്കാം.
അത് എടുക്കുമ്പോഴതിൻ്റെ മസാലകളെല്ലാം നന്നായിട്ട് എടുക്കണം, സൂപ്പറായിട്ട് ഇങ്ങനെ എടുക്കണം. കുഴമ്പ് പരുവത്തിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. റോസ്റ്റാണ്, കണവ റോസ്റ്റ്, നല്ല ഫ്രഷ് കണവയാണ്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ഒന്നാം തരം കിടുക്കാച്ചി കണവ റോസ്റ്റ്. അതിൻ്റെ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മുൻപന്തിയിലേക്ക് അതുണ്ട്. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മസാലക്കൂട്ടുകളെല്ലാം ഞാൻ നന്നായിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ചെയ്യുക. ഓക്കെ, ബൈ.